ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിരിക്കുന്നു, ദൈവകൃപയോടുകൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം ഇന്ന് നമ്മുടെ നടുവിൽ വലിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുകയാണ്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്ന് പറഞ്ഞതുപോലെ ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് വിശ്വാസത്താൽ നിങ്ങൾക്ക് മറുപടി ലഭിക്കാനായിട്ട് പോവുകയാണ്. അത് എത്ര വലിയ ഗമണ്ടൻ വിഷയമാണെങ്കിലും, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ കിട്ടിയെന്ന് പറയുന്നെങ്കിൽ അത്തരത്തിലുള്ള വലിയ ഗമണ്ടൻ വിഷയങ്ങളാണെങ്കിലും കർത്താവ് അതിനുള്ള മറുപടികൾ നിങ്ങൾക്ക് നൽകി തരാനായിട്ട് പോവുകയാണ്. വിശ്വസിക്കുന്നവരുടെ ഒരു ആമേൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ആദ്യത്തെ ഒരു സ്പോൺസർ എന്നുള്ളത് ഒരു കോ സ്പോൺസറാണ്, ഗോവയിൽ നിന്ന് ഡാനയാണ്. താങ്ക് യു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എത്രയും പെട്ടെന്ന് ദൈവഹിത പ്രകാരമുള്ളൊരു ജോലി ലഭിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഉണ്ടാകുവാൻ കർത്താവെ അങ്ങയുടെ കൃപ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ബ്ലെസ്സിങ് ടുഡേ ബ്ലെസ്സിങ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ച് ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും. ഇനി വചന ശുശ്രൂഷയുടെ സമയമാണ്. എത്ര പേര് ആത്മീകമായ ഉത്തേജനത്തോടെ ഈ വചനം കേൾക്കാനായിട്ട് തയ്യാറായിട്ടുള്ള? വേഗത്തിൽ നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് കടക്കാം. Welcome back to Blessing Today Morning Glory Daily Podcast. നിങ്ങൾ എവിടെ നിന്നാണ് വാച്ച് ചെയ്യുന്നതെങ്കിലും കർത്താവ് ഇന്ന് നിങ്ങളെ തൊടാൻ പോകുന്നു, സൗഖ്യമാക്കാൻ പോകുന്നു, അനുഗ്രഹിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നുവെങ്കിൽ കൈകളെ ഉയർത്തി ഉറക്കെ പറയുക, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. വാവ് വാവ് വാവ്, ഐ എം റിയലി എക്സൈറ്റഡ്. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ എല്ലാവരും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ ഗ്രഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ ജീവിതത്തിൻ്റെ പാർട്ടായി മാറാൻ എന്നെ സഹായിക്കണമേ. താങ്ക് യു ജീസസ്. കർത്താവെ, ജനങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. താങ്ക് യു ജീസസ്. ഓക്കെ, നമുക്ക് എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ചില വചനങ്ങൾ സങ്കീർത്തനങ്ങൾ 23 നിന്നും ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. ഈ മെസ്സേജ് സീരീസിൻ്റെ പേര് കർത്താവ് എൻ്റെ ഇടയൻ ആകുന്നു. അതിനാൽ വാട്ട് ഈസ് ഹാപ്പനിങ്? 6 വചനങ്ങളിലായി പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ 12 ദിവസങ്ങളിലായി നമ്മളതിനെ മുറിച്ച് പീസുകളാക്കി അത് എൻജോയ് ചെയ്യുന്ന ദിവസങ്ങളാണ്. നിന്റെ വചനം എനിക്ക് തേനിനേക്കാളും തേൻ കട്ടയേക്കാളും എത്ര മാധുര്യമുള്ളത്, ലൈക്ക് ഹണി ഇൻ ദ റോക്ക്, സ്വീറ്റ് ഹണി ഇൻ ദ റോക്ക് എന്ന് പറയുന്ന പോലെ കർത്താവ് തൻ്റെ വചനങ്ങൾ നമുക്ക് നമ്മുടെ അണ്ണാക്കിൽ, നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ വായ്ക്കൊക്കെ എത്ര രുചികരമാണ് ദൈവത്തിൻ്റെ വചനം. വായിക്കാം. സാം 23. ഒറ്റയ്ക്കാക്കരുത്, ഒരുമിച്ച് വായിക്കണം, ഉറക്കെ വായിക്കണം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഉറച്ചു പറയുക. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. വാവ്. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാൽ ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ആ ഭാഗമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. എല്ലാവരും തലയിൽ ഇങ്ങനെ തൊട്ടിട്ട് പറയുക, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഇടയൻ ആടിൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. വാ. ഇംഗ്ലീഷിൽ Psalm 23 and verse number 5, you anoint my head with oil. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അവൻ അഭിഷേകം ചെയ്യുന്നു. ഇവിടെ ഇടയൻ നമ്മുടെ ദി അനോയിന്റിങ് ഗിവറായി വെളിപ്പെടുകയാണ്. അഭിഷേകം നൽകുന്നവൻ,
അഭിഷേകത്താൽ നിറയ്ക്കുന്നവൻ. നമ്മുടെ തലയെ അവനെ അഭിഷേകം കൊണ്ട് നിറയ്ക്കും. ഒരിക്കൽ കൂടെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറയാം, എൻ്റെ തലയെ അവൻ അഭിഷേകം ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. In biblical times, shepherds anointed their sheep's heads with oil to protect them from insects that could burrow into the ears and cause disease. അക്കാലത്ത് ഈ ചെറിയ ചില ക്ഷുദ്രജീവികൾ, ഈ കീടങ്ങൾ എന്ന് പറയുന്ന പോലെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഈ ആടുകളുടെ അടുത്ത് വന്ന് ഇങ്ങനെ മൂളിപ്പാട്ട് പാടിയ ശേഷം ആടുകളുടെ ചെവിയുടെ അകത്തേക്കൊക്കെ പോകും. ഈ ചെവിയുടെ അകത്തേക്ക് പോയി ഇത് ഇൻഫെക്റ്റഡ് ആകുകയും ഭയങ്കരമായി ആടുകൾ അതിനാൽ രോഗം ബാധിച്ചൊക്കെ സഫർ ചെയ്യുകയും ചെയ്യും. അപ്പം അതിന് സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇടയന്മാർ എണ്ണയെടുത്തിട്ട്, പ്രത്യേക സ്മെല്ലുള്ള എണ്ണയെടുത്തിട്ട് ആടുകളെ ശിരസിലൊഴിക്കും. അതിങ്ങനെ ഒഴുകി അത് രോമത്തിലെല്ലായിടത്തും ഒഴുകി കഴിയുമ്പോൾ ഈ കീടങ്ങൾ, പ്രാണികൾ, ക്ഷുദ്രജീവികൾ, ഇൻസെക്ട്സ് പിന്നെ അടുത്തേക്ക് വരില്ല. ഈ അഭിഷേകം ഇങ്ങനെയുള്ള പ്രാണികളിൽ നിന്നും ആടുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇത് അതുപോലെ തന്നെ എടുത്തിട്ട് ദാവീദ് പറയുകയാണ്, ദൈവം എൻ്റെ ഇടയനാകുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു. ഈ ഇടയൻ എന്ത് ചെയ്യുന്നു? എൻ്റെ തലയിലേക്ക് ഇതുപോലെ തന്നെ എണ്ണ ഒഴിച്ചിട്ട് എന്നെ അഭിഷേകം ചെയ്യുകയാണ്. ദുരാത്മാക്കൾ എന്നെ തൊടുകയില്ല, ശത്രുക്കൾ എന്നെ തൊടുകയില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ദി മൈൽ സ്റ്റോൺസ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് എന്നൊരു സീരീസ് ചെയ്ത സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, 4 പ്രത്യേക മൈൽ സ്റ്റോണുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതിലൊന്ന് ആത്മജനനമാണ്, അത് കഴിഞ്ഞാൽ ആത്മസ്നാനമാണ്, അത് കഴിഞ്ഞാൽ അഭിഷേകമാണ്, അത് കഴിഞ്ഞാൽ ആത്മനിറമാണ്. 4. അതിൽ 3-ാമത്തേതാണ് അഭിഷേകം. അന്ന് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്ന് നമ്മുടെ മേൽ മുഴുവൻ ഓയിൽ വന്ന് വീഴുകയാണ്. എന്ന് വെച്ചാൽ എണ്ണ മുഴുവൻ, പുതിയ എണ്ണ വന്നിങ്ങനെ വീണ് കഴിഞ്ഞാൽ ആർക്കും പിന്നെ നമ്മളെ പിടിക്കാൻ സാധ്യമല്ല. കാരണം വി ആർ സ്ലിപ്പറി. പെട്ടെന്ന് എണ്ണ മുഴുവൻ പുരണ്ടിരിക്കുന്ന ഒരാളെ പിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ആ എണ്ണ കൊണ്ട് ഗ്രിപ്പ് കിട്ടില്ല. സോ അവരെല്ലാം ശത്രുക്കൾക്ക് പിടിക്കുവാൻ കഴിയാത്ത രീതിയിൽ പിടികിട്ടാ പുള്ളികളായി നമ്മൾ മാറുകയാണ്. പിശാചിനെ പിടികൊടുക്കാത്തവരായി. ഇതിന് കാരണം അഭിഷേകത്തിൻ്റെ എണ്ണയാണ്. മറ്റൊന്ന്, ഈ എണ്ണ തന്നെ ഈ ആടുകൾക്ക് മുറിവുണ്ടായാൽ അതിനെ ചികിത്സിക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ച് ഇൻഫെക്ഷൻ കൂടാതെ ഒക്കെ വരാൻ വേണ്ടിയിട്ടൊക്കെ എണ്ണ പുരട്ടുന്നൊരു രീതി അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, ദ ഷെപ്പേർഡ് അനോയിൻസ് ദ ഷീപ്പ് വിത്ത് ഫ്രഷ് ഓയിൽ. എല്ലാവരും പറഞ്ഞ ഫ്രഷ് ഓയിൽ, ഫ്രഷ് ഓയിൽ, പുതിയ എണ്ണ, നോട്ട് സ്റ്റെയിൽ ഓയിൽ. പഴയ എണ്ണയല്ല. പഴയ എണ്ണയ്ക്ക് ഒരു സ്മെല്ലൊക്കെ കാണും, വേണ്ട. എന്നാൽ പുതിയ എണ്ണയുടെ സ്മെല്ലെന്ന് പറയുന്നത് വളരെ രസമാണ്. ഫ്രഷ് ഓയിൽ. എല്ലാവരും പറഞ്ഞു ഫ്രഷ് ഓയിൽ. ചിലരൊക്കെ നോക്കി പരിശുദ്ധാത്മ പറയുകയാണ്, നിങ്ങളുടെ എണ്ണ പുതിയതാകാൻ പോകുക, പഴയ എണ്ണയല്ല, പുതിയ എണ്ണ കർത്താവ് തേപ്പിക്കുന്നു, അഥവാ പുതിയ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. He anoints us with fresh oil to protect, heal and empower. പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മെ സംരക്ഷിക്കാൻ, നമുക്ക് സൗഖ്യം വരുത്താൻ, നമ്മെ ശക്തീകരിക്കാൻ ഒക്കെ വേണ്ടിയിട്ടാണ് കർത്താവ് പുതിയ എണ്ണ കൊണ്ട് നമ്മെ അഭിഷേകം ചെയ്യുന്നത്. So we need to understand the power of fresh oil, freshness. Hallelujah. നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ. അതോ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം അങ്ങ് സ്വീകരിച്ചേക്കണം. അവർ നെഞ്ചിൽ കൈവച്ച് പറ, യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങയെ രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നു. അങ്ങ് നൽകുന്ന സൗജന്യമായ രക്ഷ ഞാൻ വിശ്വാസത്താൽ സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുവിനായി മരണം വരെ ഞാൻ ജീവിക്കും. ആമേൻ. എന്നാൽ ആ ഫ്രഷ്നെസ് ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ, ഹലോ, പിന്നെ ഒരു മൂഷിപ്പുള്ള, ബോറടിക്കുന്ന ഒരു സ്പിരിച്വൽ ലൈഫായിരിക്കും. പക്ഷേ മൈ ഷെപ്പേർഡ് അനോയിൻസ് മൈ ഹെഡ് വിത്ത് ഫ്രഷ് ഓയിൽ. പുതിയ എണ്ണ. തൈലക്കാരൻ്റെ തൈലം
തൈലക്കാരൻ്റെ കൂട്ടിൻ പ്രകാരം അല്ലേ, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദി പെർഫ്യൂമേഴ്സ് ഫോമുല ബ്ലെൻഡ് ചെയ്ത മിക്സ് ചെയ്ത നല്ല മണമുള്ള ആ അനോയിൻറ്റിങ് ഓയിൽ എൻ്റെ മേൽ വരുമ്പോൾ വാവ്, ഒന്ന് എൻ്റെ തല തന്നെ അങ്ങ് വലിയൊരു തണുപ്പ്. എത്ര പേര് തലയിൽ എണ്ണ വെച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? തലയിൽ എണ്ണ വയ്ക്കുന്ന സമയത്ത് ഭയങ്കര ഒരു തണുപ്പ് ഇങ്ങനെ അരിച്ചിറങ്ങും. ചൂടെണ്ണയുടെ കാര്യമല്ല പറയുന്നത്, നോർമലി വെക്കുമ്പോൾ ഒരു തണുപ്പും ഒരു കംഫർട്ടിങ് ഇഫക്റ്റ് ആ അഭിഷേകത്തിനുണ്ട്, അല്ലെങ്കിൽ ആ തൈലാഭിഷേകത്തിനുണ്ട്. ഒരിടയൻ തൻ്റെ ആടുകളുടെ ശിരസിൽ എണ്ണ ഒഴിക്കുന്നില്ലെന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കും? പ്രത്യേക രീതിയിലുള്ള പ്രാണികളും വിഷം കുത്തിവെക്കുന്ന ജീവികളൊക്കെ അകത്ത് കയറി, ചിലപ്പോൾ ചെവിയിൽ കയറി അവിടെ ഇവിടെയൊക്കെ കടിച്ച് വിഷം കുത്തിവെച്ച് ചില ആടുകളുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നു, ചിലതൊക്കെ പാരലൈസ്ഡായി പോകുന്നു, വിവിധ രീതിയിൽ തളർന്നു പോകുന്നു. ഇതൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാ ദിവസവും പുതിയ എണ്ണ തേപ്പിക്കുന്നു. ഞാൻ ഈ മൈൽ സ്റ്റോൺസ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് പറഞ്ഞ സമയത്ത് ആ സീരീസ് 4 ആഴ്ചകളിലായിട്ട് മെസ്സേജ് കൊടുത്ത സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ആദ്യത്തെ 2 എണ്ണം അഥവാ ആത്മജനനം, ആത്മസ്നാനം ഒറ്റ പ്രാവശ്യം മതി. വൺസ് ആൻഡ് ഫോർ ഓൾ. ഇറ്റ്സ് എ വൺ ടൈം എക്സ്പീരിയൻസ്. ഇത് 2 എണ്ണം ഏതൊക്കെയാണ്? ആത്മജനനം, ആത്മസ്നാനം. എന്നാൽ രണ്ടാമത്തെ 2 എണ്ണം അഭിഷേകം, ആത്മനിറവ്. യു ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ എക്സ്പീരിയൻസസ്. ഒരു ദിവസം ഒരു പ്രാവശ്യം, ഒരു ദിവസം പല പ്രാവശ്യം. ഇത് ജീവിതത്തിൽ ആവർത്തിച്ച് വരേണ്ടത്. അഭിഷേകം വീണ്ടും വീണ്ടും നമ്മുടെ മേൽ വീണുകൊണ്ടിരിക്കും. കൂടാതെ ആത്മനിറവ് എല്ലായ്പ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കും, എല്ലാ ദിവസവും നിറഞ്ഞുകൊണ്ടിരിക്കും. ഇറ്റ് ക്യാൻ ബി റിപ്പീറ്റഡ്. അപ്പോൾ ഇടയൻ വളരെ ശ്രദ്ധാപൂർവം എല്ലാ ആടുകളെയും തലയിലേക്ക് ഇങ്ങനെ ജാറിൽ നിന്ന് എണ്ണ ഒഴിച്ചൊഴിച്ച് ആ എണ്ണ തേപ്പിക്കുന്നു. അതുകൊണ്ട് എന്താണ്? ആ അഭിഷേക നിമിത്തം എല്ലാ ക്ഷുദ്രജീവികളിൽ നിന്നും ഈ ആടുകൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ദൈവം നമ്മെ അഭിഷേകം ചെയ്യുമ്പോൾ ദുരാത്മാക്കൾക്കൊന്നും അടുത്തേക്ക് വരാൻ കഴിയാതെ വണ്ണം, അടുത്തേക്ക് വന്ന അഭിഷേകത്തിൻ്റെ സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ ഈ ദുരാത്മാക്കൾ യൂട്ടേൺ എടുത്ത് തിരിഞ്ഞു പോകും. മറക്കരുതേ. ചുരുക്കി പറഞ്ഞാൽ, God's anointing in our lives serves as a spiritual covering. ഒരാത്മാവിൻ്റെ പുതപ്പ് വന്ന് വീണിരിക്കുന്നത് പോലെ നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു കവചമായി ഈ അഭിഷേകം പ്രവർത്തിക്കുകയാണ്. And we will be protected from harm, and we will be healed from all the wounds, and we will be empowered to fulfill His calling. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മൾ അഭിഷേകം ചെയ്യുന്നത്? വളരെ വേഗത്തിൽ കുറിച്ചെടുക്കുക. The purpose of God's anointing upon our lives. Number 1, anointing for healing. രോഗസൗഖ്യം നമ്മുടെ മേൽ വരേണ്ടതിനുള്ള ഒരു അഭിഷേകം. James chapter 5 and verse number 14. യാക്കോബിൻ്റെ ലേഖനം 5:14. Is anyone sick among you? Let them call the elders of the church to pray over them and anoint them with oil in the name of the Lord. നിങ്ങളിൽ ആരെങ്കിലും ദീനമായി കിടന്നാൽ, രോഗിയായി കിടക്കുവാണെങ്കിൽ സഭയിലെ മൂപ്പനെ വിളിച്ചു വരുത്തണം. എന്നിട്ട് പറയുന്ന ഇതാണ്, let them call the elders of the church to pray over them. സഭയിലുള്ള ശുശ്രൂഷകരെ വിളിച്ചിട്ട് അവരുടെ മേൽ പ്രാർത്ഥിപ്പിക്കണം. and anoint them with oil. അവരെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യണം. in the name of the Lord. കർത്താവിൻ്റെ നാമത്തിൽ അവരെ അഭിഷേകം ചെയ്യണം. വ്യക്തമായിട്ട് എഴുതി വെച്ചു. എന്തിനു വേണ്ടി? സൗഖ്യം വരാൻ വേണ്ടിയിട്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, God's anointing brings physical, emotional and spiritual healing. വിവിധ തലങ്ങളിലുള്ള രോഗസൗഖ്യത്തെ, വൈകാരിക തലത്തിലുള്ളത്, മാനസിക തലത്തിലുള്ളത്, ആത്മാവിലുള്ളത്, ശരീരത്തിലുള്ള എല്ലാ രോഗസൗഖ്യങ്ങളും നൽകാൻ ഈ അഭിഷേകത്തിന് സാധിക്കും എന്ന് നമ്മൾ മറക്കരുത്. His presence restores the weary and binds up the broken hearted. ദൈവസാന്നിധ്യം നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ വളരെ തകർന്നിരിക്കുന്നവരെ അത് ശക്തീകരിക്കുന്നു, തിരിച്ച് ശക്തിയിലേക്ക് വരാൻ സഹായിക്കുന്നു. and binds up the broken heart. ഹൃദയം നുറുങ്ങിയിരിക്കുന്നവരുടെ ഹൃദയത്തെ
അവൻ മുറിവ് കെട്ടുന്നു. സെക്കൻഡ്ലി, അനോയിന്റിങ് ഈസ് ഫോർ പ്രൊട്ടക്ഷൻ. ഈ അഭിഷേകം നമ്മളിൽ ഉണ്ടെങ്കിൽ ഒരു വലിയ സംരക്ഷണം നമുക്കുണ്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അഭിഷേകമുണ്ടെങ്കിൽ സംരക്ഷണമുണ്ട്. അഭിഷേകത്താൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും. ഉദാഹരണത്തിന് Psalm 105 and verse number 15, 105 സങ്കീർത്തനത്തിൻ്റെ 15-ാമത്തെ വചനത്തിൽ, "Do not touch my anointed ones and do my prophets no harm." എൻ്റെ അഭിഷിക്തന്മാരെ തൊടരുത്. Do my prophets no harm. എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും നിങ്ങൾ ചെയ്യരുത്. അത് ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നിട്ടുള്ള ശക്തിയേറിയ ഒരു കൽപ്പനയാണ്. Nobody is allowed to touch us. Nobody is allowed to make any harm on us. ആർക്ക് കർത്താവ് അങ്ങനെ ഒരു അധികാരം കൊടുത്തിട്ടില്ല. സോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര വലിയ പ്രൊട്ടക്ഷൻ, ഹീലിംഗ് ഒക്കെ ഈ ദൈവത്തിൻ്റെ അഭിഷേകം മുഖാന്തരം ലഭിക്കുന്നു. ഇപ്പോൾ ഇത് കേൾക്കുന്ന ആരെങ്കിലും എനിക്ക് ഇതുവരെ അഭിഷേകമൊന്നും ഉണ്ടായിട്ടില്ല ബ്രദറെ എന്ന് പറയുവാണെങ്കിൽ ഓർക്കണം, ചിലർക്ക് ആത്മസ്നാനത്തോടൊപ്പം അഭിഷേകം കിട്ടും, ചിലർക്ക് അതിന് ശേഷമായിരിക്കാം. നിങ്ങളൊരു പക്ഷേ 10, 20, 30 വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട് പരിശുദ്ധാത്മാവ് എപ്പോഴൊക്കെയോ വന്ന് ചില അന്യഭാഷകളൊക്കെ സംസാരിക്കുന്നുണ്ട്, പക്ഷേ അഭിഷേകം എന്താണെന്ന് അറിയില്ല. നോ പ്രോബ്ലം. അഭിഷേകം എന്ന് പറയുന്ന അനോയിന്റിങ് ഈസ് ഫോർ എക്വിപ്പിംഗ് ടു ഡു എ ന്യൂ ടാസ്ക്. കർത്താവ് നൽകുന്നൊരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടി നമ്മെ സജ്ജരാക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ അഭിഷേകം. Just as oil protected the sheep, God's anointing shields us from harm and the schemes of the enemy. ആടുകളെ ഈ തലയിൽ എണ്ണ ഒഴിക്കുമ്പോൾ അത് മറ്റ് ക്ഷുദ്ര ജീവികളിൽ നിന്നൊക്കെ പ്രാണികളിൽ നിന്നൊക്കെ രക്ഷിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വരുമ്പോൾ നമ്മെ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും അത് പൊതിഞ്ഞു സൂക്ഷിക്കുകയാണ്. ഒരു കവചം നൽകി ഈ അഭിഷേകം നമ്മളെ സൂക്ഷിക്കും. അതുകൊണ്ടാണ് എൻ്റെ അഭിഷിക്തന്മാർ ഒരിക്കലും തുടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും വരുത്തരുത് എന്ന് പറഞ്ഞിരിക്കും. നമ്പർ 3, അനോയിന്റിങ് ഈസ് ഫോർ പവർ ആൻഡ് പർപ്പസ്. വലിയ ശക്തിയും ദൈവിക ഉദ്ദേശം നിറവേറാനും വേണ്ടി കൂടിയാണ് അഭിഷേകം വരുന്നത്. ഏശയ്യാവിൻ്റെ പുസ്തകം 61:1, "The Spirit of the Sovereign Lord is on me, because He has anointed me to proclaim good news to the poor." ഒരു ഭാഗത്ത് പറയുന്നത് എളിയവരോട് സദ്വർത്തമാനം അപേക്ഷിക്കുക, അല്ലെങ്കിൽ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ വസിക്കുന്നു. ഈ ഒരു തിരിച്ചറിവ് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ വചനത്തിൽ കർത്താവ് സിനഗോഗിൽ ഒരു ശനിയാഴ്ച ദിവസം എഴുന്നേറ്റ് നിന്നിട്ടാണ് ആ ഭാഗം വായിക്കുന്നത്. ഈ തോൽച്ചുരുളിൽ എഴുതിയിരിക്കുന്ന ഏശയ്യാവിൻ്റെ പുസ്തകം 61:1 വചനം പരസ്യമായി ഉറക്കെ വായിച്ചിട്ട് പറഞ്ഞ്, ഇന്ന് ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു. വർഷങ്ങളായി കാത്തിരിക്കുന്ന, പതിറ്റാണ്ടുകളായി കാത്തിരിക്കുന്ന, ഒരുപക്ഷെ 4 യുഗങ്ങളായി കാത്തിരിക്കുന്ന ഈ അഭിഷേകം മശിഹയുടെ മേൽ, ക്രിസ്തുവിൻ്റെ മേൽ ഇറങ്ങി വന്നു. The anointing isn't just a protection, it is power for our calling. കർത്താവ് നമ്മെ എന്തിനു വേണ്ടി വിളിച്ചോ അതിലേക്കാണ് ഈ അഭിഷേകം നമ്മെ കൊണ്ടുവന്നത്. അതുകൊണ്ട് കൂടെ അഭിഷേകത്തിൻ്റെ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നാം വിങ്ങിപ്പൊട്ടി കരഞ്ഞില്ലെങ്കിലും, വേറെ ഇതൊന്നും സംഭവിച്ചില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം, ഒരു വലിയ പ്രൊട്ടക്ഷൻ നമ്മുടെ മേൽ വന്നു കഴിഞ്ഞു. When God anoints us, He equips us to preach, teach, lead and serve with divine strength. കർത്താവ് നമ്മൾ അഭിഷേകം ചെയ്ത് കഴിയുമ്പോൾ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ചില കഴിവുകൾ നമ്മുടെ മേൽ വരും. പഠിപ്പിക്കാനോ പ്രസംഗിക്കാനോ അല്ലെങ്കിൽ നേതൃത്വം വഹിക്കാനോ സേവിക്കാനോ ഒക്കെയുള്ള അഭിഷേകം കർത്താവ് വിവിധ തലങ്ങളിൽ നമുക്ക് തരും. അനോയിന്റിങ് ദാറ്റ് റിമെയിൻസ്. അടുത്ത അഭിഷേകത്തിൻ്റെ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് അഭിഷേകം നമ്മിൽ വസിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അഭിഷേകം നമ്മിൽ വസിക്കുന്നു. 1 John chapter 2 verse number 27. 1 യോഹന്നാൻ 2:27 കാണുന്നത്, "The anointing you received from him remains in you." അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഉണ്ട്. പലതുമില്ല, പക്ഷെ ദൈവത്താൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളുടെ അകത്ത് സ്ഥിരമായിരിക്കുകയാണ്. നമ്മുടെ അസ്ഥിരതകളാണ്
നമ്മൾ മാറ്റിക്കളയേണ്ടത്. കർത്താവ് നമുക്ക് സ്ഥിരതയോടുകൂടെ പല കാര്യങ്ങളും നമുക്ക് വേണ്ടി അവൻ ചെയ്ത് തന്നിരിക്കുന്നു. കർത്താവിൻ്റെ പാർട്ട് കർത്താവ് വളരെ വ്യക്തമായി നിറവേറിയിരിക്കുന്നു എന്നാണ് ഞാൻ ഈ പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഗോഡ്സ് അനോയിൻറ്റിങ് ഈസ് നോട്ട് ടെമ്പററി. ഇറ്റ് ഈസ് എൻ ഓൺഗോയിങ് പ്രസൻസ് ഇൻ അവർ ലൈഫ്സ്, ഗൈഡിങ് us ഡെയിലി. ദിവസവും നമ്മളെ കൊണ്ട് നടക്കുന്ന, ഉപദേശിച്ച് വഴി നടത്തുന്ന രീതിയിൽ എന്നും എന്നേക്കുമായി നമ്മുടെ മേൽ ആ അഭിഷേകം വസിക്കുകയാണ്. അതിൽ നമുക്കാണ് പുതുക്കങ്ങൾ ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിന് ഒരു മാറ്റവുമില്ല. ഫ്രഷ് ഓയിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഫ്രഷ്നെസ് വല്ല കാലത്ത് വരികയല്ല ചെയ്യുന്നത്, അതിൽ ഇൻറ്റഗ്രേറ്റഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഗോഡ് ഡസൻറ്റ് വാണ്ട് us to live on yesterday's anointing because this is fresh oil. So we need to walk in fresh oil daily. എല്ലാ ദിവസവും നല്ല ഇടയനാണെങ്കിൽ എല്ലാ ദിവസവും ആടുകളെ വിളിച്ച് തലയിൽ എണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്തിട്ടേ പുറത്തേക്ക് വിടും. അന്ന് എവിടെയെല്ലാം പുൽത്തടികളിൽ എവിടെയെല്ലാം പോകാനുണ്ട് അവിടെയെല്ലാം പോകുമ്പോൾ ഒരു ക്രിമികീടങ്ങളും ഉപദ്രവിക്കാത്ത രീതിയിൽ ഈ അഭിഷേകം അവയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഇന്നലെകളിലെ അഭിഷേകത്തിൽ നമ്മൾ ആരും ജീവിക്കേണ്ട ആവശ്യമില്ല. പുതിയ അഭിഷേകം ഇന്ന് കർത്താവ് തരാൻ ശക്തനാണ്. മറ്റുള്ളവരുടെ അഭിഷേകം പിടിച്ച് കുറച്ചുകൊണ്ട് പോകണ്ട, എത്ര വേണേലും തരാൻ കർത്താവിൻ്റെ കയ്യിൽ ഉണ്ട്. ഇനി എല്ലാവരും ചേർന്ന് ഒന്ന് പറയാമോ? ഐ ആം അനോയിൻറ്റഡ്, ഐ ആം പ്രൊട്ടക്റ്റഡ് ആൻഡ് ഓവർഫ്ലോയിങ് വിത്ത് ഗോഡ്സ് ബ്ലെസ്സിങ്സ്. ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഞാൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാൽ ഞാൻ നിറഞ്ഞ് കവിയുന്നു. ഈ സമയത്ത് എല്ലാവരും കൈവരുത്തി ഉറക്കെ പറയുക, കർത്താവ് എൻ്റെ ഇടയൻ ആകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഒത്തിരി ബുദ്ധിമുട്ടിലും പ്രയാസത്തിലായി, പക്ഷെ അവസ്ഥകളെ കർത്താവ് മാറ്റും. എൻ്റെ കണ്ണിലേക്ക് നോക്കുക, നിങ്ങളുടെ അവസ്ഥയെ കർത്താവ് മാറ്റാൻ പോകുന്നു. ഒരു പ്രാവശ്യം കൂടെ നോക്കുക, നിങ്ങളുടെ അവസ്ഥയെ കർത്താവ് മാറ്റിമറിക്കാൻ പോകുകയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നല്ലൊരു ഭാവിയിലേക്ക് കർത്താവ് വഴി നടത്തും. കൈകൾ നീട്ടിപ്പിടിക്കാം. കർത്താവ്, ജനങ്ങൾക്കായി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന ആ പ്രത്യേക അവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ലുക്കീമിയ ചിലരിൽ നിന്ന് സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് വലിയ വിടുതലുകൾ ഇപ്പോൾ ഉണ്ടാകട്ടെ. ബ്രോക്കൺ റിലേഷൻഷിപ്സ് മെൻഡഡായി ഇപ്പോൾ റിപ്പയർഡായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ സ്കിന്നിൽ നിന്നും ചില ഭാഗങ്ങളിങ്ങനെ പ്രത്യേക കളറ് മാറി അത് സ്കിന്നിങ്ങനെ അടർന്നു പോകുന്ന പോലെ, പൊളിഞ്ഞു പോകുന്ന പോലെയുള്ള രോഗം, ആ സ്കിൻ ഡിസീസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിൽ എല്ലാവരെയും ബ്ലെസ് ചെയ്തിരിക്കുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി പറയാമോ? ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൽ നോട്ട് വാണ്ട്. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും മോർണിംഗ് ഗ്ലോറി പോഡ്കാസ്റ്റിലൂടെ കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.